എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണത്തിൻ്റെ ഉത്തരകാണ്ഡമാണ് 44-ാം ദിവസമായ ഇന്ന് പാരായണം ചെയ്യുന്നത്. രാവണാദികളുടെ പൂർവചരിത്രമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. ഈ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം പ്രഥമ സർഗഃ. രാവണാദികളുടെ പൂർവചരിത്രം. ജയതി രഘുവംശതിലക കൗസല്യാഹൃദയനന്ദനോ രാമ ദശപദന നിധനകാരി ദാശരഥി പുണ്ഡരീകാക്ഷ. രാവണനെ കൊല ചെയ്തവനും രഘുകുല തിലകവും കമലനയനനും ദശരഥപുത്രനുമായ കൗസല്യയുടെ ഹൃദയത്തിന് ആനന്ദം അരുളുന്നവനുമായ രാമൻ ജയിച്ചിരിക്കുന്നു. പാർവതി ഉവാച അത രാമ കിമകരോത് കൗസല്യാനന്ദവർദ്ധന ഹത്വാമൃതേ രാവണാദീൻ രാക്ഷസാൻ ഭീമവിക്രമ അഭിഷക്തത്വയോധ്യായാം സീതയാ സഹ രാഘവ മായാമാനുഷതാം പ്രാപ്യ കതി വർഷാണി ഭൂതലേ സ്ഥിതവാൻ ലീലയാ ദേവ പരമാത്മാ സനാതന അത്യജന്മാനുഷം ലോകം കഥം അന്തേ രഘുദ്വഃ. ഏതദാഖ്യാഹി ഭഗവൻ ശ്രദ്ധദത്യാ മമ പ്രഭോ കഥാപീയൂഷമാസ്വാദ്യ തൃഷ്ണാമേ അതീവ വർദ്ധതേ. രാമചന്ദ്രസ്യ ഭഗവാൻ ബ്രൂഹി വിസ്തരശ കഥാം. പാർവതി ഭഗവാനോട് ചോദിച്ചു, കൗസല്യയ്ക്ക് ആനന്ദമേകുന്ന മഹാവിക്രമനായ രാമൻ യുദ്ധത്തിൽ രാവണാദി രാക്ഷസരെ കൊന്ന് സീതാസമേതം അയോധ്യയിലെത്തി അഭിഷിക്തനായതിനു ശേഷം എന്തു ചെയ്തു? സനാതനും പരമാത്മാവുമായ ആ ദേവൻ ലീലയാൽ മായാമാനവവേഷം പൂണ്ട് എത്ര വർഷം ഭൂമിയിൽ കഴിഞ്ഞുകൂടി? അവസാനം രഘുവരൻ മനുഷ്യലോകം വെടിഞ്ഞത് എങ്ങനെയാണ്? അല്ലയോ ഭഗവൻ, ശ്രദ്ധാലുവായ എനിക്ക് ഇത് പറഞ്ഞു തന്നാലും. കഥാമൃതം ആസ്വദിച്ചിട്ട് എൻ്റെ ആഗ്രഹം വളരെ വർദ്ധിക്കുകയാണ്. മഹാപ്രഭു, ശ്രീരാമൻ്റെ കഥ വിസ്തരിച്ച് കേൾപ്പിച്ചാലും. ശ്രീ മഹാദേവ ഉവാച രാക്ഷസാനാം വധം കൃത്വാ രാജ്യേ രാമ ഉപസ്ഥിതേ ആയയുർമുനയഃ സർവേ ശ്രീരാമ അഭിവന്ദിതും. വിശ്വാമിത്രോസിതക്കണ്ണോ ദുർവാസോ ഭൃഗുരംഗിരാഃ
കശ്യപോ വാമദേവോ അത്രിസ്തഥാ സപ്തർഷയോ അമലാഃ അഗസ്ത്യ സഹശിഷ്യൈശ്ച മുനിഭിः സഹിതോഭ്യഗാത് ദ്വാരമാസാദ്യ രാമസ്യ ദ്വാരപാലം അഥാബ്രവീത്. രാക്ഷസന്മാരെ വധിച്ചതിന് ശേഷം രാമൻ നാടുവാഴുന്ന കാലത്ത് മുനിമാരെല്ലാം അദ്ദേഹത്തെ അഭിവാദനം ചെയ്യാൻ വന്നെത്തി. വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസാവ്, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, വാമദേവൻ മുതലായ വിശുദ്ധരായ സപ്തർഷികളും ശിഷ്യരും മുനിമാരുമൊത്ത അഗസ്ത്യനും വന്നു ചേർന്നു. അനന്തരം രാമന്റെ കപാടത്തിലെത്തി ദ്വാരപാലകനെ അറിയിച്ചു. ബ്രൂഹി രാമായ മുനയ സമാഗത്യ ബഹിസ്ഥിതാഃ അഗസ്ത്യ പ്രമുഖാ സർവേ ആശീർഭിരഭിനന്ദിതും. രാമനോട് പറയൂ, ആശിസ്സുകളാൽ അഭിനന്ദിക്കുന്നതിന് അഗസ്ത്യൻ മുതലായ മുനിമാരെല്ലാം വന്ന് വെളിയിൽ നിൽക്കുന്നു എന്ന്. പ്രതീഹാരസ്തോ രാമം അഗസ്ത്യവചനാദ്രുതം നമസ്കൃത്യ അബ്രവീത് വാക്യം വിനയാവനത പ്രഭും. അഗസ്ത്യവചനമനുസരിച്ച് ദ്വാരപാലൻ ഉടനടി രാമനെ സമീപിച്ച് വിനയപൂർവം വാക്യം ഉണർത്തിച്ചു. കൃതാഞ്ജലിരുവാചേദം അഗസ്ത്യോ മുനിഭിഃ സഹ ദേവ ത്വദ്ദർശനാർത്ഥായ പ്രാപ്തോ ബഹിരുപസ്ഥിത തമുവാച ദ്വാരപാലം പ്രവേശേധാ സുഖം പൂജിത വിവിശുർവേഷ്മ നാനാരത്നവിഭൂഷിതം. കൂപ്പുകൈകളോടെ അവൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഭഗവാൻ, അങ്ങേ ദർശിക്കുന്നതിനായി മുനിമാരുമൊത്തു വന്ന അഗസ്ത്യൻ വെളിയിൽ നിൽപ്പുണ്ട്. ആ ദ്വാരപാലകനോട് രാമൻ പറഞ്ഞു, മുനിമാരെ സസുഖം കടത്തിവിടൂ. പൂജിതരായ അവർ നാനാരത്നങ്ങളാൽ മോടികൂടിയ കൊട്ടാരത്തിലേക്ക് പോയി. ദൃഷ്ട്വാ രാമോ മുനീൻ ശീഘ്രം പ്രത്യുത്ഥായ കൃതാഞ്ജലി പാദ്യാർഘ്യാദിപിരാ പൂജ്യ ഗാം നിവേദ്യ യഥാവിധി നത്വാ തേഭ്യോ ദദൗ ദിവ്യാന്യാസനാനി യഥാർഹത ഉപവിഷ്ടാപൃഷ്ടാശ്ച മുനയോ രാമപൂജിതാഃ. മുനിമാരെ കണ്ട് രാമൻ വേഗം എഴുന്നേറ്റു. കൈകൂപ്പിയിട്ട് യഥാവിധി പാദ്യാർഘ്യങ്ങളാൽ പൂജിച്ച് കുശലാന്വേഷണം നടത്തി നമസ്കരിച്ച് അവർക്ക് യഥാർഹം ദിവ്യാസനങ്ങൾ നൽകി. രാമനാൽ പൂജിതരായ മുനിമാർ സസന്തോഷം ഇരുന്നു. സംപൃഷ്ടകുശലാ സർവേ രാമം കുശലമബ്രവൻ കുശലം ദേ മഹാബാഹോ സർവത്ര രഘുനന്ദന. രാമനാൽ കുശലം ചോദിക്കപ്പെട്ട അവരെല്ലാം രാമനോടും ക്ഷേമം അന്വേഷിച്ചു. മഹാവീരനായ രഘുനന്ദന, അങ്ങേക്ക് സർവത്ര സുഖം തന്നെയല്ലേ? ദിഷ്ട്യേദാനീം പ്രപശ്യാമോ ഹതശത്രുരരിന്ദമ നഹി ഭാരസതേ രാമ രാവണോ രാക്ഷസേശ്വര സതനുസ്ത്വം ഹി ലോകാം സ്ത്രീൻ വിജേതും ശക്തയേവ ഹി ദിഷ്ട്യാ ത്വയാ ഹതാ സർവേ രാക്ഷസാ രാവണാദയഃ സഖ്യമേതൻ മഹാബാഹോ രാവണസ്യ നിബർഹണം അസഖ്യമേതത് സംപ്രാപ്തം രാവണേർ യന്നിഷൂദനം. അന്തകപ്രതിമാ സർവേ കുംഭകർണാദയോ മൃധേ അന്തകപ്രതിമൈർബാണൈർഹസ്താസ്തേ രഘുസത്തമ ദത്താചേയം ദ്വയാസ്മാകം പുരാഹ്യഭയദക്ഷിണ ഹത്വാ രക്ഷോഗണാൻ സംഖ്യേ കൃതകൃത്യോദ്യജീവസി. അല്ലയോ ശത്രുതമന, ഭാഗ്യത്താൽ ഇന്ന് നിന്നെ ശത്രുരഹിതനായി കാണുമാറായി. അല്ലയോ രാമ, രാക്ഷസാധിപതിയായ രാവണൻ നിനക്ക് ഒരു ഭാരം ആയിരുന്നില്ല. ധനുർധരനായ നീ 3 ലോകങ്ങളെയും വെല്ലാൻ കെൽപ്പുറ്റവനാണ്. ഭാഗ്യം കൊണ്ട് രാവണാദികളായ സകല രാക്ഷസരും നിന്നാൽ വധിക്കപ്പെട്ടു. അല്ലയോ മഹാബാഹു, ഈ രാവണവധം സുഖരമായിരുന്നു. രാവണപുത്രൻ്റെ മേഘനാഥൻ്റെ വധമാണ് ദുഷ്കരമായിരുന്നത്. അല്ലയോ രഘുവര, യുദ്ധത്തിൽ കാലതുല്യരായ കുംഭകർണാദികളെല്ലാം കാലസദൃശ്യങ്ങളായ നിന്റെ ശരങ്ങൾക്ക് ഇരയായി. മുമ്പ് തന്നെ നീ ഞങ്ങൾക്ക് ഈ അഭയദാനം നൽകിയിരുന്നതാണ്. ഇപ്പോൾ രാക്ഷസഗണങ്ങളെ സമരത്തിൽ സംഹരിച്ചിട്ട് നീ കൃതകൃത്യനായി
ജീവിക്കുന്നു. ശ്രുത്വാദുഭാഷിതം ദേശാം മുനീനാം ഭാവിതാത്മനാം വിസ്മയം പരമം ഗത്വാ രാമപ്രാഞ്ജലിരബ്രവീത്. വിശുദ്ധചിത്തരായ മുനിമാരുടെ വാക്കുകൾ കേട്ട് അതിവിസ്മയം പൂണ്ട രാമൻ കൂപ്പുകൈകളോട് പറഞ്ഞു: രാവണാദീൻ അതിക്രമ്യ കുംഭകർണാദിരാക്ഷസാൻ ത്രിലോകജൈനോ ഹിത്വാ കിം പ്രശംസത രാവണീം തതസ്തദ്വചനം ശ്രുത്വാ രാഘവസ്യ മഹാത്മനഃ കുംഭയോനിർമഹാതേജ രാമം പ്രീത്യാ വജോബ്രവീത്. ലോകം മുഴുവൻ വന്ന രാവണാദികളെയും കുംഭകർണാദി രാക്ഷസന്മാരെയും തള്ളി രാവണപുത്രനെ എന്തുകൊണ്ടാണ് പ്രകീർത്തിക്കുന്നത്? മഹാത്മാവായ രാഘവന്റെ ആ വചനം കേട്ടപ്പോൾ മഹാതേജസ്വിയായ അഗസ്ത്യൻ പ്രീതിപൂർവം ഇങ്ങനെ പറഞ്ഞു: ശൃണു രാമയഥാവൃത്തം രാവണേ രാവണസ്യ ജന്മകർമ്മവരാദാനം സംക്ഷേപാദ് വദതോ മമ. പുരാ കൃതയുഗേ രാമ പുലസ്ത്യോ ബ്രാഹ്മണസുത തപസ്തപ്തും ഗതോ വിദ്വാൻ മേരോ പാർശ്വം മഹാമതീം. രാവണന്റെയും മേഘനാഥന്റെയും ജനനം, പ്രവൃത്തി, വരപ്രാപ്തി ഇവയെപ്പറ്റി ചുരുക്കി ഞാൻ പറയുന്ന കഥ അല്ലയോ രാമ, കേട്ടുകൊള്ളൂ. പണ്ട് കൃതയുഗത്തിൽ ബ്രഹ്മപുത്രനായ മഹാമതിയും ജ്ഞാനിയുമായ പുലസ്ത്യൻ തപസ്സനുഷ്ഠിക്കാൻ മേരുവിൻ്റെ അരികിലെത്തി. തൃണബിന്ദ്രോരാശ്രമേ അസൗ നവസൻ മുനിപുങ്കവ തപസ്തേവേ മഹാതേജ സ്വാധ്യായ നിരതസദാം. തത്രാശ്രമേ മഹാരമ്യേ ദേവഗന്ധർവകന്യകാഃ ഗായന്ത്യോ നദൃസ്തത്ര ഹസ്യന്തോ വാദയന്തി ച. പുലസ്ത്യതപോ വിഘ്നം ചക്രു സർവാ അനിന്ദിതാ തദഗ്രുദ്ധോ മഹാതേജ യജഹാര വജോ മഹത്. മഹാതേജസ്വി ആ മുനിവരൻ തൃണബിന്ദു മുനിയുടെ ആശ്രമത്തിൽ വസിച്ചു. നിരന്തരം സ്വാധ്യായത്തിൽ നിരതനായി തപസ്സനുഷ്ഠിച്ചു. പരമരമണീയമായ ആ ആശ്രമത്തിൽ ദേവഗന്ധർവ കന്യകമാർ പാട്ടുപാടി നൃത്തം ചെയ്തു, പൊട്ടിച്ചിരിച്ച് വാദ്യം മുഴക്കി. ആ സുന്ദരിമാരെല്ലാം ചേർന്ന് പുലസ്ത്യന്റെ തപസ് മുടക്കി. അപ്പോൾ ആ മഹാതേജസ്വി ക്രോധത്തോടെ പറഞ്ഞു: യാമേ ദൃഷ്ടിപദം ഗച്ഛേൽ സാ ഗർഭം ധാരയിഷ്യതി താ സർവാ ശാപസംവിഘ്നാനതം ദേശം പ്രചക്രമോ. തൃണബിന്ദോസ്തു രാജർഷേ കന്യാതന്നാശൃണോദ്വജ വിജചാരമുനേരഗ്രേ നിർഭയാത്തം പ്രപശ്യതി. ഏതൊരുവളാണോ ഞാൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് കടക്കുന്നത് അവൾ ഗർഭം ധരിക്കട്ടെ എന്ന് ശപിച്ചു. ഈ ശാപത്തിന് ശേഷം ആരും തന്നെ ആ സ്ഥലത്ത് കാൽകുത്തിയില്ല. തൃണബിന്ദു എന്ന രാജർഷിയുടെ മകൾ ഈ ശാപത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അവൾ നിർഭയം മുനിയെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നടന്നു. ബഭൂവ പണ്ഡുരതനുർവ്യഞ്ജിതാന്ത ശരീരജാം ദൃഷ്ട്വാ സാ ദേഹവൈവർണ്യം ഭീതാ പിതരമന്വഗാത്. തൃണബിന്ദുശ്ച താം ദൃഷ്ട്വാ രാജർഷിർ അമിതദ്യുതി ധ്യാത്വാ മുനികൃതം സർവം അവൈദ്വിജ്ഞാനചക്ഷുഷ. ആ രാജകുമാരിയുടെ ദേഹം വിളറി, സ്തനങ്ങൾ തടിച്ചു. പേടിച്ചരണ്ട അവൾ അച്ഛൻ്റെ അരികിലെത്തി. അതിതേജസ്വിയായ രാജർഷി തൃണബിന്ദു തൻ്റെ മകളെ കണ്ടപ്പോൾ ധ്യാനിച്ച് ജ്ഞാനദൃഷ്ട്യ മുനി ചെയ്തതെല്ലാം അറിഞ്ഞു. താം കന്യാം മുനിവര്യായ പുലസ്ത്യായ ദദൗ പിതാം താം പ്രഗൃഹ്യാബ്രവീത് കന്യാം ബാഢമിത്യേവ സദ്വിജ. ശുശ്രൂഷണപരാം ദൃഷ്ട്വാ മുനിപ്രീതോ അബ്രവീത് വജ ദാസ്യാമി പുത്രമേകം തേ ഉഭയോർവംശവർദ്ധനം. പിതാവ് ആ കന്യകയെ മുനിവരൻ പുലസ്ത്യന് തന്നെ ദാനം ചെയ്തു. ആ ദ്വിജൻ ആ കന്യകയെ കൈക്കൊണ്ടിട്ട് ശുഭം ഭവിക്കട്ടെ എന്ന് അരുൾ ചെയ്തു. അവളെ ശുശ്രൂഷാനിരതയായി കണ്ട് പ്രീതനായ മുനി
പറഞ്ഞു, ഇരുവരുടെയും വംശവൃദ്ധിക്കുതകുന്ന ഒരു മകനെ നിനക്ക് നൽകാം. തദപ്രാസൂതസാപുത്രം പുലസ്ത്യാല്ലോകവിശ്രുതം വിശ്രവായിതി വിഖ്യാത പൗലസ്ത്യോ ബ്രഹ്മവിന്മുനി. തസ്യ ശീലാധികം ദൃഷ്ട്വാ ഭരദ്വാജോ മഹാമുനി ഭാര്യാർത്ഥം സ്വാം ദുഹിതരം ദദൗ വിശ്രവസേ മുദ. അനന്തരം അവൾ പുലസ്ത്യൽ നിന്ന് ലോകപ്രശസ്തനായ ഒരു പുത്രനെ നേടി. പുലസ്ത്യപുത്രനും ബ്രഹ്മജ്ഞാനിയുമായ മുനി വിശ്രവസ് എന്ന പേരിൽ പ്രശസ്തനായി. വിശ്രവസിന്റെ സൗശീല്യവും മറ്റും കണ്ട് മഹാമുനിയായ ഭരദ്വാജൻ സന്തോഷത്തോടുകൂടി തൻ്റെ മകളെ വിശ്രവസിന് വിവാഹം ചെയ്തു കൊടുത്തു. തസ്യാം ദുപുത്ര സംയജ്ഞേ പൗലസ്ത്യാല്ലോകസമ്മത പിതൃതുല്യോ വൈശ്രവണോ ബ്രഹ്മണാച അനുമോദിതഃ ദദോ തത്തപസാ ദൃഷ്ടോ ബ്രഹ്മാ തസ്മൈ വരം ശുഭം മനോവിലഷിതം തസ്യ ധനേശത്വം അഖണ്ഡിതം. വിശ്രവസിന് ഭരദ്വാജന്റെ മകളിൽ ലോകപ്രശസ്തനായൊരു പുത്രൻ പിറന്നു. അവനാണ് പിതൃതുല്യനായ വൈശ്രവണൻ. ബ്രഹ്മാവിനാൽ പോലും അനുമോദിക്കപ്പെട്ടവനാണവൻ. അവൻ്റെ തപസ്സാൽ പ്രീതനായ ബ്രഹ്മാവ് മനോവാഞ്ചിതമനുസരിച്ച് അഖണ്ഡമായ ധനേശ പദവി എന്ന ശുഭവരം അവന് നൽകി. തതോ ലബ്ധവരസോപി പിതരം ദ്രഷ്ടുമാഗത പുഷ്പകേണ ധനാധ്യക്ഷോ ബ്രഹ്മദത്തേന ഭാസ്വത നമസ്കൃത്യാദ പിതരം നിവേദ്യ തപസഫലം പ്രാഹമേ ഭഗവാൻ ബ്രഹ്മ ദത്വാ വരം അനിന്ദിതം. നിവാസായ നമേ സ്ഥാനം ദത്തവാൻ പരമേശ്വര ബ്രൂഹിമേ നിയതം സ്ഥാനം ഹിംസായാത്ര ന കസ്യചിത്. വരം നേടി ധനപതിയായ അവൻ ബ്രഹ്മാവ് നൽകിയ ഉജ്ജ്വലമായ പുഷ്പക വിമാനത്തിലേറി പിതാവിനെ കാണാൻ ചെന്നു. പിതാവിനെ വണങ്ങി തപസ്സിന്റെ ഫലം അദ്ദേഹത്തെ അറിയിച്ചതിന് ശേഷം ഭഗവാൻ ബ്രഹ്മാവ് മികച്ച വരം നൽകിയെങ്കിലും താമസിക്കാനൊരു സ്ഥലം തന്നില്ലെന്നും നിശ്ചിതമായ ഒരു സ്ഥലം നിർദ്ദേശിക്കണമെന്നും അച്ഛനോട് പറഞ്ഞു. വിശ്രവ അപിതം പ്രാഹ ലങ്കാനാമപുരീഷുഭ രാക്ഷസാനാം നിവാസായ നിർമ്മിത വിശ്വകർമ്മണ ത്യക്വാ വിഷ്ണുഭയാ ദൈത്യാ വിവിശുദ്ധേരസാതലം സാപുരി ദുഷ്പ്രദർശാന്യൈർ മധ്യേ സാഗരമാസ്ഥിത തത്ര വാസായ ഗച്ഛത്വം നാന്യൈ സ്വാധിഷ്ഠിതാ പുരാ പിത്രാധിഷ്ഠസ്ത്വസൗ ഗത്വാ താംബുരീം ധനദോ വിശദ. വിശ്രവസ് അദ്ദേഹത്തോട് പറഞ്ഞു, ലങ്കാനഗരി വളരെ ശുഭകരമാണ്. രാക്ഷസന്മാർക്ക് വസിക്കാൻ വിശ്വകർമാവ് സൃഷ്ടിച്ചതാണത്. വിഷ്ണുവിനെ ഭയന്ന് ലങ്ക വിട്ട് ദൈത്യർ രസാതലത്തിലേക്ക് പോയിരിക്കുകയാണ്. നടുക്കടലിൽ കിടക്കുന്ന ആ നഗരി ശത്രുക്കൾക്ക് കയ്യേറാൻ പറ്റാത്തതാണ്. അവിടെ വസിക്കാൻ നീ പോയിക്കൊള്ളുക. മുമ്പ് അന്യരാരും അവിടെ പാർത്തിട്ടില്ല. പിതാവിൻ്റെ ആജ്ഞപ്രകാരം ധനപതി ആ നഗരത്തിലേക്ക് എത്തി വസിച്ചു. സദത്ര സുചിരം കാലം ഉവാസ പിതൃസമ്മത കസ്യചിത്തദകാലസ്യ സുമാലീ നാമ രാക്ഷസ രസാതലാന്മർത്യലോകം ചചാര പിശിദാശന ഗൃഹീത്വാ തനയാം കന്യാം സാക്ഷാൽ ദേവീം ഇവ ശ്രിയം അപശ്യദ്ദനദം ദേവം ചരന്തം പുഷ്പകേണ സ ഹിതായ ചിന്തയാമാസ രാക്ഷസാനാം മഹാമനാഹ. പിതാവിൻ്റെ സമ്മതത്തോടെ അയാൾ അവിടെ വളരെ കാലം കഴിഞ്ഞുകൂടി. കുറേ കാലം കഴിഞ്ഞപ്പോൾ സുമാലി എന്നു പേരായ മാംസഭോജിയായ ഒരു രാക്ഷസൻ സാക്ഷാൽ ലക്ഷ്മീദേവിയെപ്പോലെ ഐശ്വര്യവതിയും കന്യകയുമായ മകളെയും കൂട്ടി പാതാളത്തിൽ നിന്ന് ഭൂലോകത്തിൽ വന്നു. അയാൾ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുന്ന കുബേരനെ കാണാനിടയായി. ആ മഹാമനസ്കൻ രാക്ഷസന്മാരുടെ നന്മയെപ്പറ്റി ആലോചിച്ചു.
ഉവാചതനയാം തത്ര കൈകസീം നാമനാമതഃ വത്സേ വിവാഹകാലസ്തേ യൗവനം ച അതിവർത്തതേ പ്രത്യാഖ്യാനശ്ച വീതൈസ്ത്വം നപരൈർഗൃഹ്യസേ ശുഭേ സാ ത്വം വരയ ഭദ്രം തേ മുനിം ബ്രഹ്മകുലോത്ഭവം സ്വയമേവ തതഃ പുത്രാ ഭവിഷ്യന്തി മഹാബലാഃ ഈദൃശാ സർവശോഭാഢ്യാ ധനദേന സമാശുഭേ തഥേതി സാശ്രമം ഗത്വാ മുനേരഗ്രേ വ്യവസ്ഥിതാ ലിഖന്തി ഭ്രുവമഗ്രേണ പാദേന അധോമുഖീ സ്ഥിതാ. തൻ്റെ പുത്രിയായ കൈകസിയോട് സുമാലി പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, നിനക്ക് വിവാഹകാലമായിരിക്കുകയാണ്, യൗവനം കടന്നു പോവുകയാണ്. ശോഭനെ, വിട്ടുപോകും എന്ന് ഭയപ്പെടുന്ന വരന്മാർ നിന്നെ സ്വീകരിക്കുകയില്ല. നീ ബ്രഹ്മകുലജാതനായ മുനിയെ സ്വീകരിക്കൂ, നിനക്ക് നന്മ വരും. അദ്ദേഹത്തിൽ നിന്ന് സ്വാഭാവികമായും നിനക്ക് മഹാശക്തരും എല്ലാ ശോഭന ഗുണങ്ങളും തികഞ്ഞവരും കുബേരതുല്യരുമായ ഇത്തരം പുത്രന്മാർ പിറക്കും. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അവൾ ആശ്രമത്തിലെത്തി. മുനിയുടെ മുമ്പിൽ നിലകൊണ്ടു. തല കുനിച്ച് കാൽവിരത്തുമ്പാൽ നിലത്ത് കളം വരച്ച് അവൾ നിൽപ്പായി. താമപൃച്ഛൻ മുനിക്കാത്വം കന്യാസീ വരവർണിനി സാബ്രവീത് പ്രാഞ്ജലിർ ബ്രഹ്മൻ ധ്യാനേന ജ്ഞാതുമർഹസി തതോ ധ്യാത്വാ മുനിസ്സർവം ജ്ഞാത്വാ താം പ്രത്യഭാഷത ജ്ഞാതം തവാഭിലഷിതം മത്ത പുത്രാൻ അഭീപ്സ്യസി. ധ്യാനത്തിൽ നിന്നുണർന്ന മുനി അവളോട് ചോദിച്ചു, അല്ലയോ സുന്ദരി, കന്യകയായ നീ ആരാണ്? തൊഴുകൈകളോടെ അവൾ പറഞ്ഞു, ധ്യാനത്താൽ അങ്ങയ്ക്ക് ഞാൻ ആരെന്ന് അറിയാമല്ലോ. എന്നിട്ട് ധ്യാനത്തിലൂടെ മുനി സകലത് പറഞ്ഞു. അവളോട് പറഞ്ഞു, നിന്റെ ആ അഭിലാഷം മനസ്സിലായി. എന്നിൽ നിന്നുള്ള പുത്രരെ ആഗ്രഹിക്കുന്നു അല്ലേ? ദാരുണായാം ദുവേലായാം ആഗതാസി സുമധ്യമേ അധസ്തേ ദാരുണൗ പുത്രൗ രാക്ഷസൗ സംഭവിഷ്യത സാബ്രവീൻ മുനിശാർദൂലതത്തോപേവം വിധൗ സുതൗ താമാഹ പശ്ചിമോ യസ്തേ ഭവിഷ്യതി മഹാമതി മഹാഭാഗവത ശ്രീമാൻ രാമഭക്തേകതത്പരഃ ഇത്യുക്ത്വാ സാ തഥാ കാലേ സുഷുവേ ദശകന്ധരം രാവണം വിംശതിഭുജം ദശശീർഷം സുദാരുണം തദ്രക്ഷോ ജാതമാത്രേണ ചചാലജ വസുന്ധര. അല്ലയോ സുന്ദരി, ദാരുണമായ വേളയിലാണല്ലോ നീ വന്നത്. അതുകൊണ്ട് ദാരുണരായ 2 രാക്ഷസന്മാർ നിനക്ക് പുത്രരായി പിറക്കും. അവൾ പറഞ്ഞു, മുനിവര, അങ്ങയിൽ നിന്നും ഇത്തരം പുത്രന്മാരുണ്ടാവുകയോ? മുനി അവൾക്ക് മറുപടി നൽകി, ഒടുവിൽ പിറക്കുന്നവൻ മഹാബുദ്ധിമാനും പരമഭാഗവതനും ഐശ്വര്യശാലിയും രാമഭക്തിയിൽ മാത്രം തൽപരനും ആയിരിക്കും. അതിനുശേഷം യഥാകാലം 10 തലകളും 20 കരങ്ങളുമുള്ളവനും അതിഭയങ്കരനുമായ രാവണനെ പ്രസവിച്ചു. ആ രാക്ഷസൻ പിറന്നു വീണപ്പോൾ തന്നെ ഭൂതലം നടുങ്ങി. ബഭുർനാശഹേതൂനി നിമിത്യാന്യഖിലാന്യപി കുംഭകർണസ്തതോ ജാതോ മഹാപർവതസന്നിഭ തദശൂർപ്പണഖാനാമജാതാ രാവണസോദരീ തതോ വിഭീഷണോ ജാത ശാന്താത്മാ സൗമ്യദർശനഃ സ്വാധ്യായീ നിയതാഹാരോ നിത്യകർമ്മപരായണഃ കുംഭകർണസ്തു ദുഷ്ടാത്മാ ദ്വിജാൻ സന്തുഷ്ടചേതസഃ ഭക്ഷയൻ ഋഷിസംഗാശ്ച വ്യജാരാതിദാരുണഃ രാവണോപി മഹാസത്വോ ലോകാനാം ഭയദായക വവൃദ്ധേ ലോകനാശായ ആമയോ ദേഹിനാമിവ. നാശകേതുക്കളായ സകല നിമിത്തങ്ങളും ആ സമയത്തുണ്ടായി. അതിനുശേഷം മാമലയ്ക്ക് തുല്യനായ കുംഭകർണൻ ജനിച്ചു. പിന്നീട് രാവണ സഹോദരി ശൂർപ്പണഖ ജനിച്ചു. അതിനുശേഷം ശാന്താത്മാവും സൗമ്യരൂപിയും സ്വാധ്യായ നിരതനും മിത ആഹാരിയും നിത്യകർമ്മനിഷ്ഠനും
ആയ വിഭീഷണൻ ഭൂജാതനായി. ദുരാത്മാവും ഭീകരനുമായ കുംഭകർണൻ പ്രസന്നചിത്തരായ വിപ്രരെയും മുനിജനങ്ങളെയും പിടിച്ചു തിന്നുകൊണ്ട് ചുറ്റി നടന്നു. മഹാശക്തനും ലോകകണ്ഠകനുമായ രാവണൻ ജീവികൾക്ക് വ്യാധി എന്നതുപോലെ ലോകനാശത്തിനായി വളർന്നു. രാമത്വം സകലാന്തരസ്തമഭിതോ ജാനാസി വിജ്ഞാനദൃക് സാക്ഷി സർവഹൃദി സ്ഥിതോ ഹി പരമോ നിത്യോദിതോ നിർമ്മല ത്വം ലീലാ മനുജാകൃതി സ്വമഹിമൻ മായാഗുണൈർനാജ്യസേ ലീലാർത്ഥം പ്രതിചോദിതദ്യ ഭവതാ വക്ഷ്യാമി രക്ഷോദ്ഭവം. അല്ലയോ രാമ, ജ്ഞാനദൃഷ്ടിയുള്ള നീ സകലരുടെയും ഉള്ളിലിരിപ്പ് പൂർണ്ണമായും അറിയുന്നു. സാക്ഷിയായി എല്ലാവരുടെയും ഉൾക്കാമ്പിൽ നീ വിളങ്ങുന്നു. നീ പരമപുരുഷനും നിത്യമുക്തനും നിർമ്മലനുമാണ്. സ്വന്തം മഹിമയോടുകൂടി ലീലാമാനവരൂപം പൂണ്ടവനാണ് നീ. മായാഗുണങ്ങൾ നിന്നെ ചുറ്റുന്നില്ല. ഇന്ന് നീ ലീലയ്ക്കായി എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ട് രാക്ഷസരുടെ ആവിർഭാവകഥ വിവരിക്കാം. ജാനാമി കേവലമനന്തമചിന്യശക്തിം ചിന്മാത്രമക്ഷരമജം വിദിതാത്മതത്വം ത്വം രാമഗൂഢനിജരൂപമനുപ്രവൃത്തോ മൂഢോപ്യഹം ഭവദനുഗ്രഹതശ്ചരാമി. അല്ലയോ രാമ, നീ അനന്തനും അമേശക്തിയും ശുദ്ധചേതനും അനശ്വരനും അജനും ആത്മതത്വവേദിയും കേവലനുമാണ് എന്നെനിക്കറിയാം. മൂഢനായ ഞാൻ നിജരൂപം നിഗൂഢമാക്കി വച്ചിരിക്കുന്ന നിന്നെ ഭജിച്ച് നിന്റെ അനുഗ്രഹത്താൽ സന്തോഷത്തോടുകൂടി ജീവിച്ച് പോരുന്നു. ഏവം വദന്തമിനവംശ പവിത്രകീർത്തി കുംഭോത്ഭവം രഘുപതി പ്രഹസൻ ബഭാഷേ മായാശ്രിതം സകലമേതദനന്യകത്വാത് മത്കീർത്തനം ജഗതി പാപഹരം നിബോധ. ഇങ്ങനെ പറഞ്ഞ അഗസ്ത്യനോട് സൂര്യവംശത്തിൻ്റെ പാവനകീർത്തി പേറുന്ന രഘുവരൻ പുഞ്ചിരിയോടെ പറഞ്ഞു, മായാകൽപിതമായ ഈ ജഗത്തെല്ലാം എന്നിൽ നിന്നും ഭിന്നമല്ലായകയാൽ എന്നെ വാഴ്ത്തി സ്തുതിക്കുക മാത്രമാണ് ലോകത്തിലുള്ള പാപങ്ങൾക്ക് പരിഹാരമെന്ന് അറിഞ്ഞുകൊള്ളൂ. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ പ്രഥമ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.